ഫസ്റ്റ് ഓൺ റിപ്പോർട്ട്. മുന്നണി മാറ്റ ചർച്ചകളെ ചൊല്ലി കേരള കോൺഗ്രസ് എമ്മിൽ പോര്. ചർച്ചകൾ പാർട്ടിക്ക് ക്ഷീണമുണ്ടാക്കിയെന്ന് സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ നേതാക്കൾ ആരോപിച്ചു. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് ചർച്ചകൾ ശരിയായില്ലെന്ന നിലപാടിലാണ് ഒരു വിഭാഗം. എന്നാൽ മുന്നണി മാറ്റ ചർച്ചയെ നടന്നിട്ടില്ലെന്നായിരുന്നു ജില്ലാ അധ്യക്ഷൻ ലോപ്പസ് മാത്യുവിന്റെ വിശദീകരണം. എല്ലാം മാധ്യമ സൃഷ്ടിയാണെന്നും ലോപ്പസ് മാത്യു നിലപാടെടുത്തു. അഖിലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അഖിൽ, വെരി ഗുഡ് മോർണിംഗ്. അഖിൽ, സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ ഉള്ളിൽ എന്താണ് നടന്നത് എന്നുള്ളതിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ മുന്നണി മാറ്റ ചർച്ച അവിടെ ഔദ്യോഗികമായിട്ട് നടന്നിട്ടില്ല എന്നത് വാസ്തവമാണ്. എന്നാൽ അതിൽ ചില നേതാക്കൾക്ക് അതൃപ്തി ഉണ്ടായിരുന്നു. അവർ ആ അതൃപ്തി സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ പറഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. തെരഞ്ഞെടുപ്പിന്റെ തൊട്ടരികെ നിൽക്കുമ്പോൾ മാധ്യമങ്ങൾക്ക് അങ്ങനെ ഒരു ചർച്ചയുടെ സാഹചര്യം ഒരുക്കി കൊടുക്കരുതായിരുന്നു എന്നാണോ ഒരു വിഭാഗം നേതാക്കൾ പറഞ്ഞത്? അതിനോട് എങ്ങനെയായിരുന്നു ഔദ്യോഗിക വിഭാഗത്തിന്റെ പ്രതികരണം? കുമാർ, ഇന്നലെയാണ് ഈ കോട്ടയം ജില്ലാ സ്റ്റിയറിംഗ് കമ്മിറ്റിയിലായിരുന്നു ഇത്തരത്തിലൊരു വിമർശനം ഉയർന്നത്. അതായത് കോട്ടയം ജില്ലാ സ്റ്റിയറിംഗ് കമ്മിറ്റി ചേർന്ന സമയത്ത് ചങ്ങനാശ്ശേരിയിൽ നിന്നൊരു അംഗമാണ് ഇത്തരത്തിലൊരു കാര്യം ഉന്നയിച്ചത്. പക്ഷേ ആ ആരോപണം ഉന്നയിച്ച് അല്ലെങ്കിൽ ആ വിമർശനം ഉന്നയിച്ച് വന്ന ആദ്യഘട്ടത്തിൽ തന്നെ അതിനെ നിർത്തുകയും തുടർന്ന് അതിന് മുകളിൽ മറ്റ് ചർച്ചകളിലേക്കൊന്നും പോകാതിരിക്കാൻ നേതൃത്വം ശ്രമിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഈ LDF വിടുമെന്ന് അല്ലെങ്കിൽ LDF നിന്നും പോകുമെന്ന തരത്തിൽ വന്ന വാർത്തകൾ അല്ലെങ്കിൽ അത്തരം ചിന്തകൾ അല്ലെങ്കിൽ അത്തരം ആലോചനകൾ അത് ശരിയായില്ല, ഈ അവസരത്തിൽ ശരിയായില്ല എന്നൊരു നിലപാടാണ്. അതൊരു തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകാനുള്ള തെരഞ്ഞെടുപ്പ് സമയത്ത് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു സമയത്ത് ഇത്തരമൊരു ചർച്ചകൾ വന്നത് ശരിയായില്ല അല്ലെങ്കിൽ അത് ശരിയായില്ല എന്നൊരു വിമർശനമാണ് ഈ ചങ്ങനാശ്ശേരി എന്നുള്ള അംഗം ഉന്നയിച്ചത്. എന്നാൽ അതിന് പിന്നാലെ തന്നെ ഇതിൽ മറുപടി ജില്ലാധ്യക്ഷൻ തന്നെ പറയുകയും ചെയ്തു. അതായത് അത്തരമൊരു ചർച്ചകളൊന്നും ഉണ്ടായിട്ടില്ല, അത് മാധ്യമ സൃഷ്ടികൾ മാത്രമാണ് എന്നൊരു മറുപടിയായിരുന്നു ഇതിന് കൃത്യമായി തന്നെ നൽകിയത്. പാർട്ടി അധ്യക്ഷനടക്കം, അതായത് പാർട്ടി ചെയർമാനായിട്ടുള്ള ജോസ് കെ മാണി അടക്കം പങ്കെടുത്ത യോഗമായിരുന്നു. പക്ഷേ ഈ വിമർശനങ്ങളൊക്കെ ഉന്നയിക്കുന്നതിന് മുമ്പ് തന്നെ ജോസ് കെ മാണി MP പോവുകയും ചെയ്തിരുന്നു. ഉദ്ഘാടനം കഴിഞ്ഞതിന് മേലെ തന്നെ പോവുകയും ചെയ്തു. എന്തായാലും ഈ ഒരു LDF വിഷയത്തിൽ അല്ലെങ്കിൽ കൂടുതൽ ചർച്ചകളിലേക്ക് അല്ലെങ്കിൽ കൂടുതൽ വിമർശനങ്ങളിലേക്ക് പോകാൻ നേതൃത്വം ഒന്നും സമ്മതിച്ചില്ല എന്നുള്ളത് തന്നെയാണ്. അതായത് LDFന്റെ ജാഥയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ആ സമയത്ത് ആ ചർച്ചയുമായി പറയുന്ന ഭാഗത്ത് ചങ്ങനാശ്ശേരി എന്ന അംഗം എഴുന്നേറ്റ് നിന്ന് പറയുമ്പോഴാണ് എന്തായാലും ഇത്തരത്തിലൊരു വിമർശനം, അതായത് ഇതുമായി ബന്ധപ്പെട്ട് ഈ LDF മുന്നണി വിടും എന്ന തരത്തിലുള്ള കാര്യങ്ങൾ ശരിയായില്ല എന്നൊരു വിമർശനം മുന്നോട്ട് വെച്ചത്. അത് അത്തരത്തിലൊരു സംഭവമേ ഇല്ല എന്ന മറുപടിയായിരുന്നു എന്തായാലും ജില്ലാ അധ്യക്ഷൻ തന്നെ നൽകുകയും ചെയ്തത്. ഡോക്ടർ അരുൺകുമാർ. ഓക്കെ, താങ്ക് യു. ഇപ്പോൾ അഖിലാണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ നടന്നത് അങ്ങനെയൊക്കെയാണ്. പക്ഷേ സ്റ്റിയറിംഗ് കൃത്യമായി നിയന്ത്രിച്ച് ജോസ് കെ മാണിയും റോഷി അഗസ്റ്റിനും കൂടി LDFിൽ തന്നെ തിരിച്ചു വന്നിട്ടുണ്ട്. ഇടയ്ക്ക് ഒന്ന് പാളിപ്പോകുമോ എന്ന് ചോദിച്ചു. സ്റ്റിയറിംഗ് കമ്മിറ്റി തിരിച്ചൊടിച്ച് നേരെ LDF ക്യാമ്പിലേക്ക് ആക്കിയിട്ടുണ്ട്.